കുറെ നാളായിട്ട് നമ്മൾ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് പുലിയണിപ്പാറ. നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെ കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുലിയണിപ്പാറ ഉള്ളത്. നമ്മളിപ്പോ ജീപ്പും കൊണ്ടാണ് വന്നത്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നമുക്ക് ഏത് കുഞ്ഞു വണ്ടിയാണെങ്കിലും കയറി പോരും. ഇവിടെ ഞാൻ വിചാരിച്ചു പാറ എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഓഫ് റോഡിങ് സ്പോട്ടാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് വണ്ടി കൊണ്ടുള്ളും വരാം. പാർക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും കെട്ടിടാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ പോയിന്റ് നമ്മുടെ പാണിയേലിപ്പോരിന്റെ വ്യൂ പോയിന്റ് ആണ്. കാണിച്ചു തരാം. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഏർലി മോർണിംഗ് ഇവിടെ വരുവാണെങ്കിൽ നല്ല സൺറൈസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. പുലിയണിപ്പാറ വരുമ്പോൾ അമ്പലം മാത്രമല്ല, ഈ ഒരു കിണറും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. കണ്ടോ, ഇത് നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു കിണറല്ല. ഇതൊരു പാറയുടെ എന്താ പറയാ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കിണറാണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ഇവിടെ ഈ കിണറിലെ വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. എത്ര കൊടിയ വേനലിൽ പോലും ഈ കിണറിലെ വെള്ളം വറ്റിയിട്ടില്ല. ഈ ചുറ്റുവട്ടത്തുള്ള സകലരും ഈ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പുലിയണിപ്പാറയ്ക്ക് ചുറ്റുമായിട്ട് ഒരു 360 ഡിഗ്രി വ്യൂ പോയിന്റ് ആണ് ഉള്ളത്. നമ്മൾ പാലക്കാട് പോയപ്പോൾ ഉള്ള വീഡിയോയിൽ കണ്ടായിരുന്നു കുഞ്ഞിരാമായണ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അമ്പലം ഇല്ലേ? ആ അമ്പലത്തിന്റെ ഒക്കെ ഒരു സിമിലർ ആണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിരനിരയായിട്ടുള്ള കുന്നുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ പാണിയേലിപ്പോര് വരുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ന് കുറച്ച് കോടയുണ്ട്, മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഇങ്ങനെ ഒരു മൂടൽമഞ്ഞ് പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല അവിടം വരെ. പാറയ്ക്ക് പുലിയണിപ്പാറ എന്ന് പേര് വരാൻ കാരണം ഇവിടെ പണ്ട് 2 ഐതിഹ്യമുണ്ട്. ഇവിടെ പണ്ട് ഒത്തിരി പുലികൾ വരാറുണ്ടായിരുന്നു എന്നും, പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ മലയില് ഒരുപാട് പുലികൾ വരുമ്പോൾ അതിനെ ഇവിടെ ഇരുന്ന് എണ്ണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പുലി എണ്ണി പാറയാണ് പുലിയണിപ്പാറയായെന്നും കേട്ടിട്ടുണ്ട്, പറയുന്നു. ഇനി ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഇവിടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടില് ആയിരുന്നു ഈ ഒരു വിഗ്രഹം ഇരുന്നത്. അപ്പൊ അവര് ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടോ പോയപ്പോൾ ആ വിഗ്രഹം ഇവിടെ ഉപേക്ഷിച്ചു പോയെന്നും, ആ വിഗ്രഹം തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ വിഗ്രഹത്തിനെ കുടിയിരുത്താൻ വേണ്ടിയിട്ട് ഒരു അമ്പലം ഇവിടെ, ഒരു ക്ഷേത്രം ഇവിടെ ഭഗവതിക്ക് വേണ്ടി ഇവിടെ പണിതു എന്നും ആണ് ഇതിന്റെ ഒരു ബിഹൈൻഡ് ഐതിഹ്യം പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പ്ലാസ്റ്റിക്കിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം, പക്ഷെ ഒരു കാരണവശാലും അത് ഇതുപോലെ ഉപേക്ഷിച്ച് പോവരുത്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് കൃത്യ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്ത് കളയുക. നമ്മൾ ആ നല്ലൊരു സ്ഥലം നശിപ്പിച്ച് കളയാൻ പാകത്തിന് ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞിട്ട് പോവരുത്. നിങ്സിലൊക്കെ ഫാമിലി ആയിട്ട് നമ്മൾ ഈ പുറത്തൊക്കെ ക്യാമ്പിങ് ചെയ്യുന്നത് പോലെ ഒരു മാറ്റും കുറച്ച് ഫ്രൂട്ട്സും ചായയും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫ്രണ്ട്സായിട്ട് വന്നാലും നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചുറ്റുമുള്ള നാട്ടുകാർക്ക് നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. ആൻഡ് എല്ലാവരും അടുത്ത ട്രിപ്പ് പുലിയണിപ്പാറയിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.